Hello, hi, dear friends. അപ്പോൾ നമ്മളുടെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് നിങ്ങൾ എല്ലാവരും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം. എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടുന്നുണ്ട് കമൻറ്റ് ബോക്സിലൂടെ മാത്രമല്ല, പിന്നെ എന്താണ് LN വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും പിന്നെന്താ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ കിട്ടുന്നുണ്ട്. വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പല്ല കേട്ടോ, വാട്സപ്പിലെ നമ്പറിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിച്ചാൽ മതി. ആ കാര്യം കാണിക്കുക, പറ്റുന്നിടത്തോളം ഞാൻ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. റവ ലഡ്ഡു എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് ഉണ്ടാക്കാൻ. എന്നാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, വീട്ടിലിങ്ങനെ സൂക്ഷിക്കാം, അതിഥികൾ വരുമ്പോൾ കൊടുക്കാം. നല്ല രസമല്ലേ? റവ ലഡ്ഡു ഒക്കെ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ ചിലരൊക്കെ വാങ്ങാറുണ്ട്. പക്ഷെ വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. എളുപ്പമാണ്, ഒരു കാര്യമില്ല. അപ്പോൾ ഇത് മാജിക് അവനിൽ പണ്ട് കാണിച്ച റെസിപ്പീസ് തന്നെയാണ് ഞാൻ കേട്ടോ റിപ്പീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റീക്രിയേഷനാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. ഫാസ്റ്റായിട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ആദ്യമേ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉരുകട്ടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ റവ. ദേ കണ്ടോളൂ, ബോംബെ റവ. ചെറിയ തരിയുള്ള റവയില്ലേ, മണ്ണ് പോലെ ഇരിക്കുന്നത്, മണൽ മാതിരി. അപ്പോൾ ഇതാണ് പ്രധാനം. ഇനി ഇതിലാദ്യം ചെയ്യുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ്. ഞാൻ ഈ കൈ കൊണ്ട് മാത്രം നുറുക്കിയതാണ്, കത്തി ഉപയോഗിച്ചിട്ടല്ല, കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടു. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുക്കാം. ഇതിൻ്റെ നിറം കംപ്ലീറ്റ് ബ്രൗൺ ആകുന്നതിന് മുന്നേ തന്നെ നമ്മളിതിലേക്ക് റവയും ചേർക്കണം. ഈ റവ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. റോസ്റ്റഡ് ആണെന്ന് പറഞ്ഞാലും ഒരു ചെറുതായിട്ട് ഞാനൊന്നുകൂടി ഒന്ന് വറുക്കും, കളർ മാറാത്ത രീതിയിൽ ആണെന്നുണ്ടല്ലോ. ഇതിൻ്റെ നിറം ഒരുപാട് മാറണ്ട, അതിന് മുന്നേ ഞാൻ റവ ചേർക്കാൻ പോകുന്നു. ഇത് 1 കപ്പ് ബോംബെ റവ. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 മിനിറ്റ് സമയം കഴിഞ്ഞ് മതി കേട്ടോ. ഇനി കൂടുതൽ നേരമായിട്ട് വറുത്തുകൊണ്ടിരുന്നാൽ മൂത്ത് പോവും, അതിൻ്റെ കളർ മാറും. ഇനി ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇനി എന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാര 3/4 കപ്പും കൂടി ചേർക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, മറക്കണ്ട. നോക്കിക്കോളൂ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ റവയും അണ്ടിപ്പരിപ്പും പിന്നെ പൊടിച്ച പഞ്ചസാരയും, അത്രേ ഉള്ളൂ, സിമ്പിൾ. പൊടിച്ച പഞ്ചസാരയിൽ കട്ടയില്ലാതിരുന്നാൽ അത്രയും നല്ലത്. ഇനി ഒരല്പം ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുതൽ ഒരു 1 ടീസ്പൂൺ വരെ ആകാം, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 3/4 ടീസ്പൂൺ ഇടാൻ പോകും. നല്ല മണം. ആഹാ, പലഹാരങ്ങളുടെ, നാടൻ പലഹാരങ്ങൾ, നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സിന് വരുന്ന പ്രധാന മണമാണ് കാർഡമൺ പൗഡർ. കഴിയും. ഇനി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകുന്നു. ഇത് അടുപ്പ് കത്തിച്ചിട്ടല്ല കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അടുപ്പിൽ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ മിക്സിങ് എല്ലാം ചെയ്തിരിക്കുന്നത്. റവ പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ, പിന്നെ പാകത്തിന് മൂക്കുക എന്ന് പറഞ്ഞാൽ ബ്രൗൺ ഒന്നും ആകരുത്, ജസ്റ്റ് ഒരു 3 മിനിറ്റ് വറുത്താൽ മതി. റോസ്റ്റഡ് റവയാണ് ഓൾറെഡി. ഇങ്ങനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയല്ലോ. ഇനി ഇതിങ്ങനെ നിരത്തിയിടാം. ഒരുപാട് ചൂടോടുകൂടി ഉണ്ട പിടിക്കാനായിട്ട് പോകണ്ട, ഒരല്പം ചൂടോടുകൂടി പിടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ തണുപ്പിക്കല്ല, തണുക്കാനായിട്ട് അല്പം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ അത്രയും ചൂട് വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രിപ്പ് വേണ്ടേ? നമ്മളെങ്ങനെ ഇത് ഉരുട്ടിയെടുക്കുന്നത്? ചിലപ്പോൾ വിചാരിക്കും ഇത് പഞ്ചസാര പാനി ആക്കിയിട്ട് അതിലേക്ക് റവ വറുത്തിട്ട് ഉരുട്ടിയെടുക്കുക. അങ്ങനെയല്ല, ശരിക്കും നമ്മൾ ഈ കടകളിലൊക്കെ വാങ്ങുന്ന റവ ലഡ്ഡു എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ഒരു ഉരുട്ടിയെടുത്തിട്ട് അത് വറക്കുകയും വേണ്ടേ? അപ്പോൾ ഇപ്പോൾ പഞ്ചസാര എല്ലാം മിക്സായി. ഇനി അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പാലെടുത്ത് വെച്ചിരിക്കുന്നത്. ചൂടുപാലൊന്നും വേണ്ട, സാധാരണ റൂം ടെമ്പറേച്ചറിലെ പാല്. ഇതൊരു 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് 3 ടേബിൾ സ്പൂൺ. ഇതിൽ നിന്നും ആവശ്യാനുസരണം പാലൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു പ്ലേറ്റും എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കാം. ഉരുട്ടി വെക്കണ്ടേ? പിന്നെന്താ, പാൽ ആദ്യം കുറച്ച് ഒഴിക്കാം, 1 ടേബിൾ സ്പൂൺ ഒഴിക്കാം, ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. പിന്നെ വേണമെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അങ്ങനെയാണ് എനിക്ക് ഏകദേശം ഒരു ഓർമ്മ. ഞാൻ മാജിക് അവനിൽ കാണിച്ചപ്പോൾ 2.5 ടേബിൾ സ്പൂൺ പാലാണ് എനിക്ക് അന്ന് ആവശ്യം വന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു അളവ് തന്നെ ഞാൻ ഫോളോ ചെയ്യാണ്. ഓക്കെ, നോക്കിക്കോളൂ. ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുന്നു. ആ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചല്ലോ, ഞാൻ ചെറുതായിട്ട് സ്പൂൺ കൊണ്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു.
എന്നിട്ട് കയ്യിൽ ഉരുട്ടാൻ പറ്റുന്ന ചൂടായിട്ട് മാത്രം ചെയ്യുക. ഇങ്ങനെ ചെറിയ ഉരുളകൾ ഉരുട്ടുക. അപ്പോൾ നമുക്കൊരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നല്ല ഷേപ്പായിട്ട് തന്നെ വരും. നോക്കൂ, കണ്ടില്ലേ? അപ്പോൾ കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു ചൂട്, ചെറിയ ചൂട് മതി കേട്ടോ, ഒരുപാട് ചൂടൊന്നും വേണ്ട. സി, നീറ്റ് ആൻഡ് ഈസി ആയിട്ട് ഞാൻ ഉരുട്ടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഇത് പ്ലേറ്റിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഉരുട്ടാം. അങ്ങനെ രണ്ടാമത്തെ ഉരുളയും റെഡി. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. പിന്നെ വീണ്ടും ഇപ്പതേ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ എത്ര വേണമെങ്കിലും ആകാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നിങ്ങൾ ഒഴിച്ചു. നല്ല അമർത്തി നല്ലൊരു ബോളായിട്ട് എടുക്കണം. ഷേപ്പ്ലി ബോൾസ്. അത് നന്നായിട്ട് വരും, ഒരു പാടുമില്ല. ഇതാർക്ക് വേണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ആയതുകൊണ്ടാണെന്ന് വിചാരിക്കരുത്, നിങ്ങൾ ചെയ്താലും ഇതുപോലെ തന്നെ കിട്ടും. ഇതിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് വേണമെന്നില്ല. ഒരു പുതിയ ഒരാൾക്ക് വേണമെങ്കിലും ചെയ്യാം, ഫസ്റ്റ് ടൈമറിനും ചെയ്യാം. തേർഡ് വൺ ഏതാണ്ട് എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലേ? 3 ഏകദേശം ഒരുപോലെ തന്നെ സൈസ് വൈസ്. ഇതുവരെ ഞാൻ 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചത്. വീണ്ടും കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു 2.25 വരെ ആയി എന്ന് പറയാം. മാക്സിമം 2.5 ടീസ്പൂൺ. ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാലെടുത്താണ്, ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ പാൽ, 1/4 കപ്പിൽ നിന്നും ഇത്ര എടുത്തു. അങ്ങനെ 1 കപ്പ് റവയിൽ നിന്നും 10 റവയുണ്ട ഉരുട്ടി എടുത്തു കഴിഞ്ഞു. അയ്യോ, എൻ്റെ ഷേപ്പെല്ലാം പോയി. ഞാൻ ഇങ്ങനെ സർക്കിളായിട്ട് വെച്ചിരുന്ന. അയ്യോ, സോറി. ഓക്കെ, ഇത് കുറച്ചുകൂടി ചെറിയൊരു പ്ലേറ്റിലായിരുന്നെങ്കിൽ കുറച്ച് നിറഞ്ഞു നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വലിയ പ്ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചു. ഒരു സർക്കുലർ അത്തപ്പമൊക്കെ തയ്ക്കുന്ന പോലെ അല്ലേ, ഈ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ദിസ് ഈസ് ഹൗ ഐ ഡു. എന്ത് എളുപ്പമല്ല ഉണ്ടാക്കാൻ, സോ ഈസി, ഫാസ്റ്റ് കുക്കിംഗ്. ഇത് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും. ഇതിനകത്ത് പൊട്ടി മാത്രമേ ഉള്ളൂ, ഒരു റവയുടെ പൊട്ടിക്കണ്ടല്ലേ. ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന ഇതാവാലോ. ടേസ്റ്റി ആ മധുരം അടിപൊളി. ഞാൻ കൈ കഴിയിട്ട് വരാം. അപ്പം ആക്ച്വലി ഒരു ഉണ്ടാക്കാനാണെങ്കിൽ എല്ലാം കൂടി ചേർത്തൊരു 15 മിനിറ്റ് സമയം ധാരാളം മതിയാവും. 10 മുതൽ 15 മിനിറ്റ് സമയം. അപ്പോൾ ഈ അളവിൽ നിന്നും 10 എണ്ണം. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ എടുത്താൽ 20 എണ്ണം. 2 കപ്പ് റവയാണെങ്കിൽ ഈ സൈസ് കണ്ടല്ലോ, ഈ സൈസിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഉറയ്ക്കും. നന്നായിട്ട് ഉറയ്ക്കുമെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ് അങ്ങനെയല്ല, എങ്കിലും നല്ലതായിട്ട് ഉറയ്ക്കും. ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. പാലൊഴിച്ചല്ലേ കുഴച്ചത്, പക്ഷേ ഒരുപാട് പാലൊന്നും ഇല്ലല്ലോ. ഒരു 2.5 ടേബിൾ സ്പൂൺ പാലല്ലേ നമ്മൾ ഒഴിച്ചോളൂ. മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടെ, എന്നാലും മാക്സിമം ഓഫ് 3 ടേബിൾ സ്പൂൺ ഓഫ് മിൽക്ക്, അതിനപ്പുറം വേണ്ട. അപ്പോൾ പാല് ചേർത്തതുകൊണ്ട് ഇത് വെളിയിലിരുന്നാൽ ചീത്തയാകുമോ, പെട്ടെന്ന് കാറിപ്പോകുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവുമല്ലോ. ഒരു പേടിയും വേണ്ട. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, താഴെ തന്നെ നമുക്കൊരു ഡബ്ബയിലിട്ട് അടച്ചു വയ്ക്കാം. ചീത്തയൊന്നും ആകില്ല. പാല് ചേർത്തു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പേരിന് വേണ്ടിയല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ റവ ലഡുവിന് അത്യാവശ്യം മധുരം ഉണ്ടാകും. കാര്യം 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചിലർക്ക് കുറച്ചുകൂടി എന്താ പറയുക, ഫൈൻ പൗഡർ അല്ലാതെ കുറച്ച് തരിതരിപ്പായി പൊടിച്ച പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചേർത്തോളൂ. ഒരു ഇടയ്ക്ക് പഞ്ചസാരയും കൂടെ കടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ, പിന്നെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയിലും ചെയ്യാം, അത് ഇഷ്ടത്തിന് ചെയ്തോളൂ. അതാണ്. പിന്നെ ഏലക്കാപ്പൊടി മസ്റ്റാണ്, അതാണല്ലോ നമ്മുടെ മണവും രുചിയും ഒക്കെ. പിന്നെ ഇതിലിപ്പോൾ ഞാൻ 2 പേര് മാത്രമേ ചേർത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസും കൂടി ചേർക്കാം. ചില കടകളിൽ കണ്ടിട്ടില്ലേ കിസ്മിസും കൂടി ഉള്ള റവ ലഡു. അപ്പം ഇതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന റവ ലഡു. നമുക്ക് വീട്ടിൽ എത്ര നിസ്സാരമായിട്ട് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ആവശ്യം പോലെ ഉണ്ടാക്കി വെച്ചോളൂ. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കമൻറ്റ് ബോക്സിലൂടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെന്താണ്,
നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ നമ്മളുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ ഗ്രോ ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൊണ്ട് തന്നെയാണ്. എങ്കിലും ഞാൻ പറയുക എന്നുള്ളത് എൻ്റെ ഒരു മര്യാദ ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു. ചിലതൊക്കെ കാണുക, അത് ഇങ്ങനെ വരുമ്പോൾ കാണും. ഈ എന്താ പറയുക, യൂട്യൂബ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോപ്പപ്പ് ചെയ്ത് വരില്ലേ ലക്ഷ്മി നായർ വ്ളോഗ്സ്, അങ്ങനെ കാണുമായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പലപ്പോഴും മറന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ ഓർക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.